വീണ്ടും പ്രവാസികളോട് കടുത്ത അവഗണന കാണിക്കുകയാണ് കേന്ദ്രം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യക്കാരുടെ കണക്കെടുക്കുന്ന കാര്യത്തിൽ സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടാത്തതിനാൽ തന്നെ നയതന്ത്ര കാര്യാലയങ്ങളും നോർക്ക റൂട്ട്സും തികഞ്ഞ ആശയക്കുഴപ്പത്തിലെന്ന് റിപ്പോർട്ട്. കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ കുടുംബത്തെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ കുടുംബത്തെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം മന്ദഗതിയിൽ നീങ്ങുന്നതായി റിപ്പോർട്ട്. വിവരശേഖരണം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ യോജിച്ച നടപടികൾ കൈക്കൊള്ളണമെന്ന് പ്രവാസി കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ സഹായധനം അനുവദിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. UAE ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ നൂറുകണക്കിന് മലയാളികളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇവരിൽ പലരുടെയും കുടുംബം പൂർണ്ണമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ കോവിഡ് മൂലം മരിച്ചവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ കുടുംബത്തിന് സഹായധനം ലഭിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ കേന്ദ്രവുമായി വിഷയം ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായിരുന്നു. എന്നാൽ ഗൾഫിൽ മരണപ്പെട്ടവരുടെ പേരുകൾ സമാഹരിക്കാനുള്ള യാതൊരു നീക്കവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രവാസി കൂട്ടായ്മകളുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഗൾഫിലെ ആതുരാലയങ്ങളുമായും പ്രവാസി സംഘടനകളുമായും സഹകരിച്ച് പ്രവർത്തിച്ച മാത്രമേ നയതന്ത്ര കാര്യാലയങ്ങൾക്കും നോർക്ക റൂട്ട്സിനും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ സർക്കാർ തലത്തിൽ ഒരു നിർദ്ദേശവും ലഭിക്കാത്തതിന്റെ പ്രതിഷേധം പ്രവാസ ലോകത്ത് ഉയരുന്നുണ്ട്. ഗൾഫിൽ മരിച്ച ഇന്ത്യക്കാരുടെ കണക്ക് കിട്ടാൻ നയതന്ത്ര കാര്യാലയങ്ങൾ മാത്രമാണ് ഔദ്യോഗിക ആശ്രയം. UAE ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ കയ്യിൽ വ്യക്തമായ കണക്കുകളുമുണ്ട്. എന്നാൽ സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൃത്യമായ പട്ടികയില്ല. ഈ രാജ്യങ്ങളിലെ സാമൂഹിക സാഹചര്യങ്ങളാണ് അത്തരം അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയുന്നു. കുവൈറ്റിൽ കോവിഡ് വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ മരിച്ച നിരവധി വിദേശികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയൽ നടപടികൾക്ക് മുൻപ് തന്നെ പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ഡോക്യുമെന്റുകൾ നോക്കി പിന്നീട് ആ മരണങ്ങൾ അതാത് രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയത്തെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കോവിഡ് ബാധിച്ചുള്ള ചില മരണങ്ങൾ രോഗം മൂലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല. കോവിഡ് അനുബന്ധമായ ഹൃദയാഘാതം, ന്യൂമോണിയ തുടങ്ങിയവ പിടിപെട്ട് മരിച്ചവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതേസമയം കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് UAE സാമൂഹ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കോവിഡിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും മരിച്ച ഇന്ത്യക്കാരുടെ കണക്കെടുക്കാൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കേന്ദ്ര സർക്കാരോ നോർക്ക റൂട്ട്സിന് കേരള സർക്കാരോ ഇതുവരെ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അതുകൊണ്ട് മരിച്ച ഇന്ത്യക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന നടപടിയുടെ പ്രഥമഘട്ടം പോലും ഗൾഫിൽ തുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് പുതിയ വിവരം.